എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 28 നടന്ന VFA അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളും അതുപോലെ അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. നമുക്ക് നേരെ വീഡിയോയിലൂടെ പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി. ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ അല്ലേ? കേരള ചരിത്രം എന്ന പുസ്തകം എഴുതിയത് സർദാർ KM പണിക്കറാണ്. അടുത്ത പുസ്തകം: മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ, ഭാഷാ കേരളം, നവകേരള ശില്പികൾ, ഇവയൊന്നുമല്ല. ഏതാണ് ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1.25 കോടി മലയാളികളാണ്. 1.25 കോടി മലയാളികളാണ്. അതായത് EMS നമ്പൂതിരിപ്പാടിൻ്റെ പുസ്തകമാണ് 1.25 കോടി മലയാളികൾ. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇതല്ലേ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ്? 1954 ഈ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഏതൊക്കെയാണ്? ഇന്ത്യയും ചൈനയുമാണ് അല്ലെ? ഇന്ത്യയും ചൈനയുമാണ്. പഞ്ചശീല തത്വങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ചൈനയും തമ്മിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് ഇതായിട്ടുള്ള ആരാണ്? ചൗവൻ ലായും തമ്മിലാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ കരാറിൽ എന്ത് ചെയ്തത്? ഒപ്പുവെച്ചത്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നോർമലി എല്ലാ എക്സാമിനും കാണുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. ഏതാണ്? 1857 കലാപത്തിൽ നാനാ സാഹിബ് അല്ലെ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? ഏതാണ്? അതേതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? കാൺപൂരാണ് ഉത്തരം വരിക. ഏതാണ്? കാൺപൂരാണ് ഉത്തരം വരിക. അതുപോലെ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1775 അമേരിക്കൻ കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? എവിടെയാണ് നടന്നത്? ഇതൊക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ല. 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അതിനു മുമ്പാണ് ഈ പറഞ്ഞ അമേരിക്കൻ കോണ്ടിനൽ കോൺഗ്രസ് നടക്കുന്നത്. അത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതാണ്? ഫിലാഡൽഫിയാണ്. ഏതാണ്? ഫിലാഡൽഫിയാണ്. ഏതാണ് ആൻസർ? ഫിലാഡൽഫിയാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അതാരാണ്? ഓപ്ഷൻ എ ആണ്. ആരാണ്? ആന്റോണിയോ ഗുട്ടറസ് ആണ് അല്ലേ. അദ്ദേഹം ആരായിരുന്നു? മുൻ പോർച്ചുഗീസുകാരാണ്. ഏതാ രാജ്യം? മുൻ പോർച്ചുഗലാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യം ചോദിക്കാറുണ്ട് അല്ലേ. ഏതാണ്? ആന്റോണിയോ ഗുട്ടറസ്. ഏതാണ്? പോർച്ചുഗീസാണ്. ഓക്കെ, പോർച്ചുഗലാണ്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഉദാഹരണമായതല്ല ചോദിച്ചാൽ ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ബാക്കിയൊക്കെ പ്രാദേശികവാദങ്ങൾ, ഒന്ന് മാത്രമാണ് പ്രാദേശിക. എന്താണ്? ചക്രവാദമാണ്. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. ഏതാണ്? ചക്രവാദം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ, ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പ്രൈമറി റോക്ക്. ഇത് ശരിയാണല്ലേ. ഈ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ഈ പ്രസ്താവനയും ശരിയാണ്. ബസാൾട്ട് ഇതിന് ഉദാഹരണമാണ്. സി പ്രസ്താവന കേരളത്തിലെ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ ശിലയാണ്. ആ പ്രസ്താവന തെറ്റാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? കായാന്തരിത ശിലയാണ്. അതുകൊണ്ട് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് എന്ത് വരിക? ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ, അത് ആഗ്നേയശിലയല്ല, കായാന്തരിത ശിലയാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഇതൊരു ശിലയുടെ പേരാണ്. ഇതൊരു കൊടുമുടിയാണ്. ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ്. ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരിക. എന്താണ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഓക്കെ, 9 ക്വസ്റ്റ്യനായി. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപമേതെന്ന് തിരിച്ചറിയുക. അപഹനഗർത്തം, കൂൺശിലകൾ, മൺമേടുകൾ, ടെറായി. ഏതാണ് ഇതിൽ ഉത്തരം വരിക? ഇത് ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഓപ്ഷൻ സി. ഏതാണ്? ടെറായി ആണ് ഇതിൻ്റെ ആൻസർ വരിക. ടെറായി. 11ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. നമുക്കറിയാം കുറ്റ്യാടി എവിടെയാണ്? കോഴിക്കോടാണത്. ശരിയാണ്. അതുപോലെ തന്നെ എന്താണ്? ബി ഏതാണ്? ശബരിഗിരി, പത്തനംതിട്ട. ശരിക്കും ആ പ്രസ്താവനയും ശരിയാണ്. ഷോളയാർ തൃശ്ശൂരാണ്, അതും ശരിയാണ്. കല്ലട, കൊല്ലം. ശരിക്കും പറഞ്ഞാൽ ഈ 4 പ്രസ്താവന ഇതിലെന്താണ്? ശരിയാണ്. പക്ഷേ PSC പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം കൊടുത്തുള്ള ആൻസർ ഏതാണ്? ശബരിഗിരി, പത്തനംതിട്ടയാണ്. എന്ത് ചെയ്ത്? ശബരിഗിരി, പത്തനംതിട്ടയാണ് കൊടുത്തുള്ള ആൻസർ ആയിട്ട് കൊടുത്തതാണ്. ശബരിഗിരി, പത്തനംതിട്ടയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തുള്ളത്. പക്ഷേ മേ ബി ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? ഇതിൽ 4 ശരിയാണ്. കറക്റ്റ് സ്ഥലം തന്നെയാണ് 4 കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
അടുത്തതാണ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ഫോർട്ട് വില്യം ഇതൊക്കെ നമ്മൾ പഠിക്കും അല്ലെ, നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നത്. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഓപ്ഷൻ എ ഏതാണ്? ഓപ്ഷൻ എ ദില്ലിയാണ്, ഓപ്ഷൻ ബി കൊൽക്കത്തയാണ്, ഓപ്ഷൻ സി മുംബൈ ആണ്, ഓപ്ഷൻ ഡി ചെന്നൈ ആണ്. ഏതാണ് ഇതിന് ഉത്തരം വരിക? ഇതിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എവിടെയാണ്? കൊൽക്കത്തയാണ് ഇതിൻ്റെ ആൻസർ വരിക. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. നമുക്കറിയാം നീതി ആയോഗിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ വ്യവസായ സേവന മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുകയല്ല കുറക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സർക്കാരിന്റെ പങ്കാളിത്തം കുറക്കുകയാണ്. അപ്പോൾ അത് തെറ്റാണ്. കൂട്ടുകയല്ല കുറക്കുകയാണ്. അപ്പോൾ പ്രസ്താവന 1 തെറ്റാണ്. രണ്ടാമത് എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇതെന്താണ്? നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തില്ല. SCRTയിൽ കറക്റ്റ് കൊടുത്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാ വരിക? അതിന് ഉത്തരം ഏതാ വരിക? അതിൽ 2ഉം 3ഉം ആണ് എന്ത് വരിക? ശരി വരിക. ഓപ്ഷൻ 2ഉം 3ഉം ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് എന്ത് വരിക? ശരിയായിട്ട് വരിക. ഓപ്ഷൻ ഡി 2ഉം 3ഉം ശരി എന്നാണ് അല്ലേ. അടുത്തെന്താണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതൊക്കെ നമ്മുടെ SCRTയിൽ ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ പൊതുവെ പഠിക്കുന്നതാണ് അല്ലേ. അതാണ് ഒന്നാമത്തെ, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം അല്ലെ. സമത്വം ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ശരിയാണ് അല്ലെ. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, ഇത് നമുക്ക് ഓപ്ഷൻ നോക്കിയാണ്. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന കൊടുത്തായിരുന്നോ? ഇല്ല. ഏതാണ്? ചെറുകിട വ്യവസായങ്ങൾക്കാണ്. അതുകൊണ്ട് 2 എന്താണ്? തെറ്റാണ്. ഏതാണ്? 2 തെറ്റാണ്. സ്വയം പര്യാപ്തവും ശാസ്ത്രീയപരവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, അത് ശരിയാണ്. അപ്പോൾ ഏതാണ്? 2 മാത്രമാണ് തെറ്റ് വരിക. അപ്പോൾ ശരിയായെന്ന് വെച്ചാൽ ഏതാണ്? 1ഉം 3ഉം ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 1ഉം 3ഉം ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡി ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തെറ്റായ ജോഡി നമുക്കറിയാം. ചാണക്യൻ അർത്ഥശാസ്ത്രം ശരിയാണ് അല്ലേ. അമർത്യ സെന്നിൻ്റെയാണ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, അതും ശരിയാണ്. ഗാന്ധിജിൻ്റെ ആശയമാണ് ഇത് ട്രസ്റ്റിഷിപ്പ്, അതും ശരിയാണ്. പിന്നെ ലാസ്റ്റ് ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. നമുക്കറിയാം മിച്ചമൂല്യ സിദ്ധാന്തം ആരാണ്? ദാദാഭായ് നവറോജി ആണോ? അല്ല, അതാരാണ്? കാറൽ മാർക്സ് ആണ്. ആരാണ്? കാറൽ മാർക്സ് ആണ് ഇത് വരിക മിച്ചമൂല്യ സിദ്ധാന്തം. അത് തെറ്റാണ്. ദാദാഭായ് നവറോജി ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ചോർച്ചാ സിദ്ധാന്തമൊക്കെയാണ് ആര് വരിക? ദാദാഭായ് നവറോജി വരിക അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർ ആണ്. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. പത്മവിഭൂഷൺ കിട്ടിയത് എത്ര പേർക്കാണ്? 2024 പത്മവിഭൂഷൺ കിട്ടിയത് എത്ര പേർക്കാണ്? 5 പേര് കിട്ടിയിട്ടുണ്ട് അല്ലേ. പത്മവിഭൂഷൺ 5 പേര് കിട്ടിയിട്ടുണ്ട് അല്ലേ. പത്മ പുരസ്കാരങ്ങൾ ഏറ്റവും വലിയ ബഹുമതിയാണ് ഇത് പത്മവിഭൂഷൺ എന്ന് പറഞ്ഞാൽ. 2024 ഈ തന്നയിൽ കിട്ടിയിട്ടുള്ള ആർക്കാണ്? പത്മ സുബ്രഹ്മണ്യം. ആരാണ്? ഓപ്ഷൻ എ ആരാണ്? പത്മ സുബ്രഹ്മണ്യം. ഓപ്ഷൻ എ ആരാണ്? പത്മ സുബ്രഹ്മണ്യമാണ് ആൻസർ വരിക. പത്മ സുബ്രഹ്മണ്യമാണ് അതിൻ്റെ ആൻസർ വരിക. അതൊന്ന് ഓർത്തിരിക്കുക. LK അദ്വാനിക്കും MS സ്വാമിനാഥനും കിട്ടിയതാണ് 2024 എന്താണ്? ഭാരതരത്നാണ്. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന പുരസ്കാരമാണ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയത്. ഫാത്തിമ ബീവിക്ക് 2024 കിട്ടിയതാണ് പത്മശ്രീ പുരസ്കാരമാണ് കേട്ടോ. പത്മശ്രീ പുരസ്കാരമാണ്. ഓക്കെ, അതൊന്നും മാറരുത്. അപ്പോൾ 2024 പത്മ വിഭൂഷൺ കിട്ടിയത് 5 പേർക്കാണ്. ആരൊക്കെയാണ് 5 പേര്? ഒന്ന് ഓർത്തിന്. ഒന്ന് പത്മ സുബ്രഹ്മണ്യമാണ് അല്ലേ. 5 പേരല്ല, സോറി 4 പേര്. 5 പേർക്കാണ് അല്ലേ. അതെ, ഒന്ന് പത്മ സുബ്രഹ്മണ്യമാണ്. ഏതാണ്? ഭരതനാട്യമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ, കലയായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ കിട്ടിയത് നമ്മുടെ മുൻ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ആയിരിക്കാണ്? വെങ്കയ്യ നായിഡുവിനാണ്. വെങ്കയ്യ നായിഡു. പിന്നെ സിനിമാ മേഖലയിൽ നിന്ന് 2 പേര് കിട്ടി. ചിരഞ്ജീവിക്കും വൈജയന്തിമാല ബാലി അല്ലെ. വൈജയന്തിമാല ബാലി ഒരാളാണ്, ചിരഞ്ജീവി. അതുപോലെ തന്നെ പിന്നെ കിട്ടിയത് മരണാന്തര ബഹുമതിയായിട്ട് എന്ന് ചോദിച്ചാൽ, മരണാന്തര ബഹുമതിയായിട്ട് 2024 പത്മവിഭൂഷൺ ചോദിച്ചാരാണത്? അത് ആരാണ്? വിദ്വേശ്വർ പതക്കാണ്. വിദ്വേശ്വർ പതക്, അതായത് സുലഭ് ഇന്റർനാഷണലിന്റെ സ്ഥാപകനാണ് വിദ്വേശ്വർ പതക്. അദ്ദേഹത്തിനാണ് 2024 മരണാന്തര ബഹുമതിയായിട്ട് എന്ത് കിട്ടിയത്? പത്മവിഭൂഷൺ കിട്ടിയത്. അതൊന്ന് ഓർത്തിരിക്കുക. അതായത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദന ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെ? എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ് ഒന്നാമത്തെ പ്രസ്താവന? എന്താണ്? മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. ആ പ്രസ്താവന എന്താണ്? ശരിയാണ് അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്? മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത്, അതും ശരിയാണ്. പിന്നെ നമുക്കറിയാം സിമ്പിളായിട്ടാണ് മൂലധനത്തിലുള്ള പ്രതിഫലം ലാഭമാണ്. അത് തെറ്റാണ്. മൂലധനത്തിലുള്ള പ്രതിഫലം അല്ല ലാഭം. എന്തിനുള്ള പ്രതിഫലമാണ്? സംഘാടനത്തിലുള്ള പ്രതിഫലമാണ് എന്ത് വരിക? ലാഭം വരിക. നമുക്കറിയാം ഏതാണ്. അപ്പോൾ ഇതിന് ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ
ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. 1ഉം 2ഉം ശരി. മൂലധനത്തിലുള്ള പ്രതിഫലം എന്താണ്? പലിശയാണ്. മൂലധനത്തിൽ പ്രതിഫലമാണ്, സംഘാടനത്തിൽ ലാഭമാണ്, തൊഴിലാളികൾക്ക് വേതനാണ്, ഭൂമിക്ക് പാട്ടാണ്. ഇത് 4ആണ് എന്ത് വരിക? ഉൽപാദന ഘടകങ്ങളായിട്ട് വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായുള്ളവർ ആരാണ്? നമുക്കറിയാം നിർമ്മലാ സീതാരാമൻ ആയിട്ടുണ്ട്, അത് ശരിയാണ്. മൊറാർജി ദേശായി ആയിട്ടുണ്ട്. അതുപോലെ ചരൺ സിംഗും കുറച്ചു കാലം ഇന്ത്യയുടെ എന്തായിട്ടുണ്ട്? ധനകാര്യ മന്ത്രിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഏതാ വരിക? 1, 2, 3. ചിലപ്പോൾ ചരൺ സിംഗിന് ചിലപ്പോൾ നമുക്ക് പരിചയം ഉണ്ടാവില്ല. നിർമ്മലാ സീതാരാമൻ, മൊറാർജി ദേശായി ഏറ്റവും കൂടുതൽ ധനകാര്യ ബജറ്റ് അവതരിപ്പിച്ച ആരാണ്? മൊറാർജി ദേശായി. അതൊക്കെ നമുക്കറിയാം. പക്ഷേ ചരൺ സിംഗ് ചിലപ്പോൾ 1, 2 എന്ന് എഴുതാനായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ചാൻസ്. പക്ഷേ ചരൺ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ട് മാത്രമല്ല, അദ്ദേഹം കുറച്ചു കാലം ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി. അപ്പോൾ ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ബി ആണ് വരിക. എന്നാണ് 1, 2, 3 ആണ് അതിൻ്റെ ആൻസർ വരിക അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്? ചുവടെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, ഒന്നാമത്തെയാണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ് അല്ലേ. അത് ശരിയാണ്. കോട്ടണോപോളിസ് ഏതാണ്? ബോംബെ ആണ്. ആ പ്രസ്താവന ശരിയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ്. അതും ശരിയാണ്. ഇന്ത്യയിൽ എന്താണ്? ഭക്ഷ്യവിളകളുടെ ചോളത്തിന് എന്താണ്? 3ാം സ്ഥാനം. അത് ശരിയാണ്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു. ആ പ്രസ്താവന തെറ്റാണ്. നമുക്കറിയാം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് അത് കോട്ടൺ ആണ്. കോട്ടൺ അല്ലെങ്കിൽ പരുത്തിയാണ്. അപ്പോൾ ഏത് ആൻസർ വരിക? 19 ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2 ശരി എന്നാണ് വരിക. എന്നാണ് 1, 2 ശരിയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ്. അത് നമുക്കറിയാം. ഏതാണ്? 91ാം ഭേദഗതിയാണ് അല്ലെ. 91ാം ഭേദഗതിയിലാണ് എന്താണ്? 15% കൂടാൻ പാടില്ല എന്ന് പറയുന്നത് ഭേദഗതി 91ാം ഭേദഗതിയാണ് അല്ലെ. ഓപ്ഷൻ ബി. 21ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. 3ൽ 2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുന്തോറും പിരിഞ്ഞു പോകുന്നു. 3ൽ 2 അല്ല, 2 വർഷം കൂടുന്തോറും 3ൽ 1 അംഗങ്ങളാണ് പിരിഞ്ഞു പോകുന്നത്. 3ൽ 1 അംഗം, 3ൽ 1 ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? 1 എന്താണ്? ശരി, തെറ്റാണ്. 3ൽ 1 ആണ് വരിക അല്ലെ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്ന് പറഞ്ഞ പ്രസ്താവന ശരിയാണ്. അതുപോലെ തന്നെ എന്താണ്? രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അല്ലെ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ രാജ്യസഭയെ വിളിക്കുക. അതും ശരിയാണ്. സംസ്ഥാനങ്ങളുടെ സഭയാണ്. അതുപോലെ ധനബില്ല് രാജ്യസഭയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ധനബില്ലിന്മേൽ രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. അപ്പോൾ എന്താണ്? 4ഉം ശരിയാണ്. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ് അല്ലെ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 1 മാത്രമാണ് എന്ത് വരിക? തെറ്റ് വരിക അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നത് 22. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് വെച്ചാൽ ഏതാണ്? പി കെ തുങ്കൻ കമ്മിറ്റിയാണ് അല്ലെ. പി കെ തുങ്കൻ കമ്മിറ്റി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പി കെ തുങ്കൻ കമ്മിറ്റി അല്ലെ. 23ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ ഉൾപ്പെടാത്തത്. 4ാം അധ്യായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാർഗനിർദ്ദേശക തത്വങ്ങൾ. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് വരിക അല്ലെ. അപ്പം അതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ തുല്യ ജോലിക്ക് തുല്യ വേതനം. ആർട്ടിക്കിൾ 39D ആണ്, അത് ഉൾപ്പെടും അല്ലെ. നെക്സ്റ്റ് ഏതാണ്? ഏകീകൃത സിവിൽ നിയമം അല്ലെ, യൂണിഫോം സിവിൽ കോഡ്. ആർട്ടിക്കിൾ 44 അതും എന്ത് ചെയ്യും? ഉൾപ്പെടും. നെക്സ്റ്റ് ഏതാണ്? സംഘടനാ സ്വാതന്ത്ര്യം. സംഘടനാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഇതിനെ പറ്റി പറയുന്നത്. സംഘടനാ സ്വാതന്ത്ര്യം അത് ആർട്ടിക്കിൾ 19 ആണ്, അത് ഉൾപ്പെടില്ല. അതുപോലെ തന്നെ പൊതു തൊഴിൽ തുല്യ അവസരം, അതും സമത്വത്തിനുള്ള അവകാശത്തിൽ മാർഗനിർദ്ദേശക തത്വങ്ങളല്ല പറയുന്നത്, മൗലികാവകാശങ്ങളാണ് പറയുന്നത്. അപ്പോൾ 3ഉം 4ഉം മൗലികാവകാശം ഭാഗം 3ലാണ് ഇവിടെ. അപ്പോൾ ഉൾപ്പെടാത്തെന്ന് വെച്ചാൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. 3, 4 എന്നിവ ഉൾപ്പെടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? അതിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്തൊരു? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? സി വിജിൻ ആണ്. ഏതാണ്? സി വിജിൻ. നെക്സ്റ്റ് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. ഒന്നാമത്തെ യൂണിയൻ ലിസ്റ്റ്, പ്രതിരോധം, ആണവോർജ്ജം. അതെന്താണ്? ശരിയാണ്. യൂണിയൻ ലിസ്റ്റിലാണ് പ്രതിരോധവും ആണവോർജ്ജം വരെ, രണ്ടും ശരിയാണ്. സംസ്ഥാന ലിസ്റ്റിലാണ് എന്ത് വരിക? കൃഷി, മത്സ്യബന്ധനം, അതും ശരിയാണ്. കൺകറന്റ് ലിസ്റ്റ്, മദ്യനിയന്ത്രണം, ബാങ്കിങ്, അത് തെറ്റാണ്. കാരണം ബാങ്കിങ് ഒക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ബാങ്കിങ് ഏതാ? യൂണിയൻ ലിസ്റ്റ്. അപ്പോൾ മൂന്നാമത്തെ ജോഡി എന്താണ്? തെറ്റാണ്. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ഏതാണ് ശരിയായിട്ട് വരിക? ഏതൊക്കെയാണ്? 1, 2 ശരിയാണ്. 3 തെറ്റാണ്. 1, 2 ശരിയാണ്. അതാണ് ശരിയായ ഉത്തരം വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം? കറണ്ട് അഫെയർ ആണല്ലേ. അതിന് ഉത്തരമാണ് ഓപ്ഷൻ ഡി ആണ്. ആരാണ്? കിരൺ റിജ്ജു ആണ്. ആരാണ്? കിരൺ റിജ്ജു അല്ലേ. എന്താണ്? പാർലമെന്ററി കാര്യ വകുപ്പ് മാത്രമല്ല അദ്ദേഹം മൈനോറിറ്റി അഫയേഴ്സ് അല്ലെ, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും
കേന്ദ്രമന്ത്രിയും കൂടിയാണ് ആര്, കിരൺ റിജിജു എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന 93 ഡിസംബർ 11 നിലവിൽ വന്നു. അത് തെറ്റാണ്. 93 98 98 ഡിസംബർ 11 നിലവിൽ വന്നത്. അപ്പോൾ ആ പ്രസ്താവന എന്താണ്, തെറ്റാണ്. അടുത്ത്, ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുണ്ട്, അതല്ലേ 1+2 എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അത് ശരിയാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 2, 3 ശരി. അതാണ് ഉത്തരം വരിക. 28ാമത്തെ ചോദ്യം, വിവരാവകാശ കമ്മീഷന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായതാണ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇത് SCERT ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഈ 3 പ്രസ്താവനകളും എന്താണ്, എല്ലാം എന്താണ്, ശരിയാണെന്നാണ് ഇതിന്റെ ഉത്തരം വരിക. എന്താണ്, എല്ലാം ശരിയാണെന്നാണ് ഇതിന്റെ ആൻസർ വരിക. അതുപോലെ തന്നെ ലോക തണ്ണീർത്തട ദിനം, ഇത് നമുക്കറിയാം ഏതാണ്, വെറ്റ്ലാൻഡ് ഡേ എപ്പോഴാണ്, ഫെബ്രുവരി 2. എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ്, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടിയാണ്. നിയമം MLA ആയിട്ടില്ല, നിയമമാണ് നിയോജക മണ്ഡലം വി ശിവൻകുട്ടിയാണ്. തൊഴിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കാനാണ് വി ശിവൻകുട്ടി, അല്ലേ. കെ രാജൻ എന്ന് പറഞ്ഞാലാണ് റവന്യൂ മന്ത്രിയാണ്. അതുപോലെ തന്നെ VN വാസവൻ, അല്ലേ. അതുപോലെ സജി ചെറിയാനൊക്കെ ഏതാ വകുപ്പ്? സജി ചെറിയാൻ സിനിമ അതുപോലെ മത്സ്യബന്ധനൊക്കെയാണ് വരിക, അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിൽ ആകെ രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? അത് 9 എണ്ണമാണ് വരിക, അല്ലേ. കേരളത്തിൽ ആകെ രാജ്യസഭാ സീറ്റുകൾ 9 ആണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകൾ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണത്? ഉത്തർപ്രദേശിലാണ്, അല്ലേ. ജനസംഖ്യ അനുസരിച്ചാണ് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം തീരുമാനിക്കുന്നത്. അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭയിലേക്കുള്ള എന്ത് നടക്കുന്നത്, തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത്. അടുത്ത, നിലവിലെ കേരള ഗവർണർ ആരാണ്? നിലവിലെ കേരള ഗവർണറാണ് ആര്? രാജേന്ദ്ര അർലാക്കർ, അല്ലേ. RN രവി എവിടെയാണ്? ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണല്ലോ, ഒരുപാട് കോടതി വിധിയൊക്കെ നമ്മൾ കാണും. അവിടെയാണ് തമിഴ്നാടിന്റെ ഗവർണറാണ് ആര്? RN രവി എന്ന് പറഞ്ഞാൽ, അല്ലേ. അടുത്ത കറണ്ട് അഫെയർ ആണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി, അല്ലേ. 2024 ഏറ്റവും ലാസ്റ്റ് കൊടുത്താണ്. ആരാണത്? NS മാധവനാണ്, അല്ലേ. ഹിഗിറ്റ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഏത്? ഹിഗിറ്റ. NS മാധവനാണ്. 2023 കിട്ടിയതായിരിക്കായിരുന്നു SK വസന്തൻ. 2022 സേതു, അതേപോലെ 2021 P വത്സലയായിരുന്നു, അല്ലേ. ഓക്കെ. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പല്ലിന്റെ ആന്തരഘടന, ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ സയൻസ് ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെ? ഒന്നാമത്തെ എന്താണ്? ഇനാമൽ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഡെന്റൈൻ എന്താണ്? ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. അതുപോലെ തന്നെ അപ്പോൾ അത് രണ്ടും നേരെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ. അപ്പോൾ 1ഉം 2ഉം തെറ്റാണ്. അതുപോലെ പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്, അത് ശരിയാണ്. അതുപോലെ തന്നെ എന്താണ്? സിമെന്റം, പല്ലിന്റെ മോണയിൽ ഉറപ്പിച്ചിരിക്കുന്ന യോജകലയാണ് സിമെന്റ്, അത് ശരിയാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? ഏതാ വരിക? 3, 4 ശരിയാണ്. 3, 4 ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സ്റ്റെറിലിറ്റി ജീവകം, അല്ലേ. ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ E ആണ്. ജീവകം E ആണ് വരിക. ജീവകം E ആണ് വരിക. ഓക്കെ, ജീവകം E ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ കോളറ വൈറസ് തെറ്റാണ്. അതുപോലെ തന്നെ എലിപ്പനി, ലെപ്റ്റോസ്പൈറ ഇക്ടറോ ഹെമറേജിയ എന്ന് വിളിക്കില്ലേ, എലിപ്പനി ശരിയാണ്, അല്ലേ. സ്ക്രബ് ടൈഫസ് വിബ്രിയോ കോളറ, അത് തെറ്റാണ്. കോളറേൻ്റെയാണ് വിബ്രിയോ കോളറ വരിക, അല്ലേ. അതാണ് കുരങ്ങ് പനി ബാക്ടീരിയ, അതും തെറ്റാണ്, അല്ലേ. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള? ഏത് മാത്രമേ ഉള്ളൂ? നമ്മുടെ ഏതാണ്? ഓപ്ഷൻ C മാത്രം. 2 മാത്രമാണ് അതിലെന്തുള്ള ശരിയായിട്ട് വരുന്നത്, അല്ലേ. അടുത്ത, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതിലേത് മാത്രം? ശ്രുതി മധുരം ധ്വനി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കേൾവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ പദ്ധതികളാണ് വരിക, അല്ലേ. അതേതാണ്? അപ്പോൾ അതിലേതാണ് വരിക? ഓപ്ഷൻ B ആണ്. അമൃതം ആരോഗ്യം. ഏതാണ്? 2 മാത്രമാണ് ആൻസർ വരിക. ഏതാണ്? അമൃതം ആരോഗ്യം. ഏതാണ് ആൻസർ? അമൃതം ആരോഗ്യം. ഓപ്ഷൻ B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ഏതൊക്കെയാണ് ജനിതക രോഗങ്ങൾ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്യാൻസർ, സിലിക്കോസിസ് അതല്ല, ജനിതക രോഗങ്ങളല്ല രണ്ടും. ഹീമോഫീലിയ ജനിതക രോഗമാണ്. അതുപോലെ സിക്കിൾ സെൽ അനിമിയ ജനിതക രോഗമാണ്, അത് ശരിയാണ്. എയ്ഡ്സ് അതൊന്നുമല്ല. പിന്നെ ഏതാണ്? പോളിയോ ഒന്നും അല്ല. അപ്പോൾ ഏതാ ഉത്തരം വരിക? ഓപ്ഷൻ B ആണ്. ഏതാണ്? 2 മാത്രം. ജനിതക രോഗങ്ങൾ വരുന്ന ഇതാണ് 2 മാത്രമാണ് അതിൻ്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, SCERT 9ാമത്തെ
ഒമ്പതാം ക്ലാസ്സിൽ SCERT ആദ്യത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ സമുദ്രത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രസ്താവന ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലുള്ളത് യുഫോട്ടിക് മേഖല. അത് ശരിയാണ്. 200 മീറ്റർ ടു 1000 മീറ്റർ വരെ വരുന്ന എഫോട്ടിക് മേഖലയല്ലാതെ ഡിസ്ഫോട്ടിക് മേഖലയാണ്. അതുപോലെ തന്നെ 1000 മീറ്ററിന് മുകളിലാണ് നമ്മൾ എന്തൊരു എഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിയായത് നോക്കുമ്പോൾ ഏതൊക്കെയാണ് വരിക? ഒന്ന് മാത്രമാണ് ശരി വരിക, മറ്റേ രണ്ടും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മാത്രമാണ് എന്ത് ചെയ്യുക? ശരി വരിക. ഓക്കെ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ സി 3 ഓപ്ഷൻ അല്ല, മൂന്നാമത്തെ കൊടുത്തിട്ടുള്ള ഏതാണ്? സൗദി അറേബ്യയാണ്. അപ്പോൾ ഏതൊരു സൗദി അറേബ്യ? ഓപ്ഷൻ ഡി ആണ് വരിക. അതാണ് ഓപ്ഷൻ ഡി. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി. 3 ആൻസർ വരിക. ഓപ്ഷൻ ഡി 3 അതിൻ്റെ ഉത്തരം വരിക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെനിഞ്ചറ്റിസിനെതിരെ MEN 5 CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് ഓപ്ഷൻ എ ആണ്. 3 നൈജീരിയയാണ് ആൻസർ വരിക. നൈജീരിയ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. നൈജീരിയ ആണ് അതിൻ്റെ ഉത്തരം വരിക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 42ാമത് ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഏതാണ് ഉത്തരം? ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണല്ലോ. ഏതാണ്? പൂർണ്ണ ആന്തര പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലേ. എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. പൂർണ്ണ ആന്തരിക പ്രതിഫലനം. അടുത്തത് കൂട്ടത്തിൽപ്പെടാത്തത്. ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? മീറ്റർ, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഇത് മൂന്ന് ഏതാണ്? നീളമായിട്ട് നമ്മൾ പിന്നെ ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട അളവുകളാണ് വരിക. അതേപോലെ സെക്കൻഡ് എന്താണ്? സമയമാണ് വരിക അല്ലെ, സമയം. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. സെക്കൻഡ് ആണ് അതിൻ്റെ ഉത്തരം വരിക. അടുത്ത ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 10 cm അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം. ഇത് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. SCERT-ലുള്ള ഇതാണ്. SCERT-ൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ആൻസർ വരികയാണ് -8 സെൻറ്റിമീറ്റർ ആണ്. -8 സെൻറ്റിമീറ്റർ ആണ്. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ചോദിച്ച ഏതാണ് ആൻസർ? അത് ഓപ്ഷൻ എ ആണ്. ഏതാണ്? ഓപ്ഷൻ എ ഏതാണ്? മുംബൈ ആണ് വരിക. ChatGPT-ക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യമാണ് ഏതെന്ന് പറഞ്ഞാൽ ഏതാണ് പാശ്ചാത്യ രാജ്യം? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഇറ്റലിയാണ്. ഇറ്റലിൻ്റെ പ്രധാനമന്ത്രിയാണ് ആര്? ജിയോർജിയ മെലോണി. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്. ഏതാണ്? കാൽസ്യം കാർബണേറ്റ് ആണ് ആൻസർ വരുന്നതാണ്. കാൽസ്യം കാർബണേറ്റ് ആണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ഉത്തരം ഏതാ വരിക? ഓപ്ഷൻസ് ഒന്ന് വായിച്ചാൽ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരിക. എന്താണ്? FeCl3 അതുപോലെ H2 ഉണ്ടാവും അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 48. 49ാമത്തെ ക്വസ്റ്റ്യൻ. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം നമുക്കറിയാം SpDF ആണുള്ളത് അല്ലേ. എസിൽ 2ഉം പിയിൽ 6ഉം ഡിയിൽ എത്ര വരിക? 10ഉം എഫിൽ 14ഉം വരിക. അപ്പോൾ ഡിയിൽ വരുന്ന എത്രയാണ്? 10 എണ്ണമാണ്. എത്രയാണ് ഡിയിൽ വരുന്ന? എത്രയാണ്? 10. ഡിയിൽ എത്രയാണ്? 10 ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അടുത്തത് ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനേറ്റ്. ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡ് TiO2 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അടുത്ത എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? ഇതൊക്കെ SCERT-ൽ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. ഏത് നിയമമാണ് അത് വരിക? ഏത് നിയമമാണ്? ഓപ്ഷൻ എ ആണ്. ഏതാ വരിക? ബോയിൽ നിയമമാണ് ആൻസർ വരിക. ഏതാണ്? ബോയിൽ നിയമമാണ് ആൻസർ വരിക. അടുത്ത പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് കേരള പ്രസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നതാണ്? ഇതും PYQ ആയിട്ട് ചോദിക്കുന്നത്. ഏതാണ് ആൻസർ? കാക്കനാട്. അതാണ് കാക്കനാട്. എറണാകുളം ജില്ലയിൽ കാക്കനാടാണ് സ്ഥിതി ചെയ്യുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടനാണ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ആരാണ്? PJ ആൻ്റണിയാണ്. ആരാണ്? PJ ആൻ്റണി. 1973 PJ ആൻ്റണിക്ക് ആദ്യമായിട്ട് ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിക്കുന്നത്. അത് 1973 നിർമ്മാല്യം MT സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന സിനിമക്കാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ നടൻ ചോദിക്കുകയാണ്. ആരാണ് രണ്ടാമത്തെ നടൻ? ഭരത് ഗോപിയാണ്. 1977 കൊടിയേറ്റം എന്ന സിനിമക്കാണ്. ഒരു ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റം എന്ന സിനിമക്കാണ് ഭരത് ഗോപിക്ക് രണ്ടാമത്തെ മലയാള നടൻ ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാള നടൻ ആരാണ്? ഭരത് ഗോപിയാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക.
മൂന്നാമത്തെ ആളാണ് ആര് വരിക? മൂന്നാമത്തെ ആളാണ് ബാലൻ കെ നായർ. 1980 ഓപ്പോൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. ആ പ്രസ്താവന ശരിയാണ്. സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമൂന. അത് തെറ്റാണ്. ഏതാണ്? ഖസാക്കിന്റെ ഇതിഹാസം. ഇതിലാ വരിക? ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ് എന്ത് വരിക? മൈമൂന എന്ന് പറഞ്ഞ കഥാപാത്രം വരിക അല്ലെ? രവി അപ്പുക്ലി എന്നൊക്കെ പറഞ്ഞ് പഠിക്കൂലേ? പുനത്തിൽ കുഞ്ഞബ്ദുള്ള. അതും തെറ്റാണ്. അപ്പോൾ ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണെന്നുള്ള ശരി മാത്രമല്ല, ഒന്നാമത്തെ A മാത്രമാണ്, ഒന്ന് മാത്രമാണ് ശരി. ഓപ്ഷൻ A ആണ് എന്ത് വരിക? ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാരും? അതാരാണ്? ഓപ്ഷൻ B ആണ് ആൻസർ വരിക. ആരാണ്? B. ആരാണ്? EV രാമകൃഷ്ണൻ. ആരാണ്? EV രാമകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? നമുക്കറിയാം ഷാജി അരുൺ കരുണായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് തന്നിട്ടുള്ളത് അല്ലേ? അദ്ദേഹം മരിച്ച കാര്യമൊക്കെ അറിയാം. അതുകൊണ്ട് അടുത്ത എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കൊക്കെ നോക്കി പോവാം. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഒന്ന്, ഷാജി N കരുൺ ആദ്യം സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. ആ പ്രസ്താവന ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് ഇത് പിറവി എന്ന് പറഞ്ഞാൽ. 1989 മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. ശരിക്കും പറഞ്ഞാൽ 88 അത് വരിക. 88 അവാർഡ് കിട്ടിയത്. പക്ഷേ പൊതുവേ നമ്മൾ അവാർഡ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് പോവുക 2024 അവാർഡാണ് കറണ്ട് അഫെയർ ആയിട്ട് ചോദിച്ചില്ല. 2024 എന്താണ്? ആട്ടം അല്ലെ? ഋഷഭ് ഷെട്ടി. ശരിക്കും ആ അവാർഡ് 2022 ഇറങ്ങിയ സിനിമക്കാണ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിറവി എന്ന് പറഞ്ഞ സിനിമ 88 ഇറങ്ങിയ സിനിമയാണ്. 88 അവാർഡ് കൊടുത്ത സമയത്ത് 89 അത് കൊടുത്തത്. അതുകൊണ്ടാണ് 89 നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റൂല. കാരണം ഓപ്ഷൻ ശരിക്കും 88 പൊതുവെ എല്ലായിടത്തും കൊടുക്കുന്ന ആൻസർ. 88 അത് വരിക. ഓക്കെ, G അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. G അരവിന്ദനല്ല, ഷാജി N കരുണ് ദേശീയ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് ഇട്ട സിനിമയാണ് ഇത് പിറവി. അതുപോലെ മികച്ച അഭിനയത്തിന് ആർക്കാണ്? മികച്ച നടനുള്ള പ്രേംജിക്ക് അല്ലെ MP ഭട്ടതിരിപ്പാടിനും ഈ അവാർഡ് കിട്ടിയായിരുന്നു. ആ വർഷത്തെ മികച്ച സിനിമയുമായിരുന്നു ഇത് പിറവി. അത് അപ്പോൾ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒന്ന് മാത്രമാണ് ശരിക്കും കറക്റ്റ് ശരി. കാരണം ഒന്ന് മാത്രം ശരി എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് 88 പൊതുവേ 89 കൊടുത്തുകൊണ്ട് 89 എന്നും പറയാം. അതുകൊണ്ട് 1, 2 ശരി. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. അതാണ് 1, 2 ശരിയാണ് അതിൻ്റെ ഉത്തരമായിട്ട് പ്രൊവിഷണൽ ആൻസർ ഈ പ്രകാരം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? അതാരാണ്? അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? പൊതുവെ എല്ലാവരും എഴുതാൻ പോകുന്ന ആൻസർ ധ്യാൻചന്ദ് ആയിരിക്കും. പക്ഷേ ധ്യാൻചന്ദ് 1928 ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ എന്ത് കിട്ടുന്നത്? ആദ്യത്തെ ഒളിമ്പിക്സ് ഇന്ത്യക്ക് ഹോക്കിയിൽ മെഡൽ കിട്ടുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? 1928 അല്ലേ? അതിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു? ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ജയ്പാൽ സിംഗ് ആണ്. ആരാണ്? ഓപ്ഷൻ B ആണ്. ആരാ? ജയ്പാൽ സിംഗ്. ധൻരാജ് പിള്ളയ്ക്ക് ഇപ്പം എന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണ്? ജയ്പാൽ സിംഗ് ആണ് എൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 59ാമത് IT-ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 59ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ ഏതാണ്? പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ് വരിക. എന്താണ്? ഓപ്ഷൻ C ആണ് വരിക. എന്താണ്? ബ്രൗസിംഗ് ചരിത്രം അതുപോലെ തന്നെ കുക്കികൾ എന്നിവ സംഭരിക്കാണ് ഇത് ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ്. ഓക്കെ, അടുത്തെന്താണ്? 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? HTML ഉപയോഗിക്കുന്ന ഇതാണ്. ഓപ്ഷൻ D ആണ്. IMG ഏതാണ്? അതാണ് വരിക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അല്ലേ? നമ്മൾ കുറേ ഉപകരണത്തെ പറ്റി പഠിക്കുന്നത്. ഏതാണ് വരിക? LAN കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ B ഏതാണ്? റൗട്ടർ ആണ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ B റൗട്ടർ ആണ് ആൻസർ വരിക. അടുത്ത 62ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ? IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡിയാണ് ഏത്? CERT-IN അല്ലേ? CERT-IN ഇംഗ്ലീഷിൽ നമ്മൾ CERT-IN എന്ന് പറയും. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ B ആണ് ആൻസർ വരിക. അതാണ് ഇതൊക്കെ പഠിക്കുന്നതാണ് CERT-IN അല്ലേ? നെക്സ്റ്റ് ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ 63ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻപുട്ട് ഉപകരണം ഏതാണ്? ഇൻപുട്ട് ഉപകരണമായിട്ട് വരുന്നതാണ് പ്രിൻ്റർ പറയാം, ഔട്ട്പുട്ടാണ്, പ്ലോട്ടർ ഔട്ട്പുട്ടാണ്, സ്പീക്കർ ഔട്ട്പുട്ടാണ്. ഇൻപുട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ സ്കാനർ മാത്രമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? നെക്സ്റ്റ് പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? പോക്സോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 വയസ്സിന് താഴെയുള്ളവരെയാണ് എന്ത് വരിക? പോക്സോ ആക്ടിൻ്റെ പരിധി വരുന്നത്. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ അല്ലേ? ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം? ഏതാണ് ഉത്തരം? അത് ഓപ്ഷൻ A ആണ്. എത്രയാണ്? ഒരു തവണയാണ്. എത്രയാണ്? ഓപ്ഷൻ A ആണ്, ഒരു തവണ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി അല്ലെ, പുതിയ കാലാവധി പറഞ്ഞാൽ 2 എത്രയാണ് 3 വർഷമാണ്. മുമ്പ് 5 വർഷമായിരുന്നു. 2019 ഭേദഗതിയിലൂടെ എന്താക്കിയത് 3 വർഷമാക്കി കുറച്ചു അല്ലെ. ദേശീയ വനിതാ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? അത് ഓപ്ഷൻ സി ആണ്. ആരാണ്? ജയന്തി പട്നായിക് ആണ്. ആരാണ്? ജയന്തി പട്നായിക് ആണ് ആൻസർ വരിക. 68ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻ്റ് ആയിരിക്കും. അത് ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെ കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. അതും ശരിയാണ്. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കണം. അതും ശരിയാണ്. ഡി പ്രസ്താവന, ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാൻ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഇത് തെറ്റാണ്. അവകാശബന്ധം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ? നമ്മൾ പറയാം ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങൾ, ടോട്ടൽ 7 പേരാ വരിക. ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ടെന്ന് വെച്ചാൽ എത്രയാണ്? 6 അംഗങ്ങളാണ്. ടോട്ടൽ 7 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. എത്രയാണ് വരിക? 150 ആണ്. എത്രയാണ്? 150. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവാണ്. 71ാമത്തെ ആൻസർ ആണ് ഓപ്ഷൻ ഡി ആണ്. ഏത് വരിക? 45 ആണ്. 72ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, -7 ആണ് ഉത്തരം വരിക. അത് 73ാമത്തെ ഉത്തരമാണ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് വരിക. ഏതാണ്? 16 ആണ്. 74ാമത്തെ ഉത്തരം വരിക ഓപ്ഷൻ സി ആണ്. എത്രയാണ്? 19 ആണ് വരിക. എത്രയാണ്? 19. 75ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരിക. എത്രയാണ്? 35. 75ാമത്തെ ഓപ്ഷൻ എ ആണ്. 76ാമത്തെ ഓപ്ഷൻ സി 23 ആണ് ഉത്തരം. 77ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ് 10. ഓപ്ഷൻ എ 10 ആണ്. 78ാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക. -8/75 ആണ് ഉത്തരം വരിക. 79ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം വരിക ഓപ്ഷൻ ബി ആണ്. 18.69 ആണ് ഉത്തരം വരിക. അതുപോലെ തന്നെ ഈ 80ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം മാത്സിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 512. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസർ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരിക. അതുപോലെ തന്നെ 82ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ ബി ആണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം വരിക ഓപ്ഷൻ ഡി ആണ്, ലീസ്റ്റ്. 84ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക, എക്സ്പെൻസീവ് എന്നാണ് വരിക. ഓക്കെ. 85ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ എ ആണ് വരിക. എന്താണ്? ബ്രേക്ക് ത്രൂ ആണ് ആൻസർ വരിക. ഓക്കെ. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഏത് വരിക? ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. 87ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് വരിക, ഡിഡൻറ്റ് ഇറ്റ് ആണ്. 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം വരിക ഓപ്ഷൻ ഡി ആണ്. 88 ഓപ്ഷൻ ഡി ആണ് വരിക. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി. 89ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക. അതുപോലെ തന്നെ ലാസ്റ്റ് ഇംഗ്ലീഷ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. നെക്സ്റ്റ് മലയാളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തൊണുബിൻ പ്ലസ് സ്ഥലം അതേതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അത് ഏത് സന്ധിയാണ്? ഓപ്ഷൻ ബി ആണ്. 91 ഓപ്ഷൻ ബി, ആദേശസന്ധി. ക്ലീബം എന്ന പദം നപുംസകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരിക. അതുപോലെ 93 ഏതാണ് വരിക? ഓപ്ഷൻ ഡി, കൂട്ടത്തിൽപ്പെടാതെയാണ്, ഓപ്ഷൻ ഡി ആണ് വരിക. അതുപോലെ തന്നെ 94ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ, വിപരീത രൂപം ശരിയല്ലാത്ത വിപരീത രൂപം എന്ന് വെച്ചാൽ ഉപചയവും അപചയവും ആണ്. ചുട്ടെഴുത്തുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക അല്ലെ, ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അതുപോലെ തന്നെ എന്താണ് 96ാമത്തെ ക്വസ്റ്റ്യൻ ചതി ഇല്ലാത്തടുത്ത് കത്തി വയ്ക്കരുത്. അതേതാണ് ഉത്തരം വരിക? 96ാമത്തെ ഉത്തരം എഴുതുക, ഫലമില്ലാത്തടുത്ത് പ്രവർത്തിക്കരുത്. ഓപ്ഷൻ ബി ആണ് വരിക. 96 ഓപ്ഷൻ ബി ആണ് വരിക. അതുപോലെ തന്നെ 97ാമത്തെ ഉത്തരം എന്താണ്? കവയിത്രി അല്ലെ, കവയിത്രി, അത് അതാണ്. അടുത്തത് 98ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എന്താണ്? പഠിക്കാൻ ആഗ്രഹമുള്ള ഏതാണ്? പീപ്പടിശു അല്ലെ, പീപ്പടിശു ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 99ാമത്തെ ഏതാണ്? സലിംഗ ബഹുവചനം. ഉത്തരം ഏതാണ്? സലിംഗ ബഹുവചനം. അതുപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഏത്? തെങ്ങ്. ഏതാണ്? തെങ്ങ്.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി SCERT എക്സാം അതുപോലെ ലൈവ് എക്സാമിനൊക്കെ ആയിട്ട് നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ചാനലിൻ്റെ പേര് ടേൺ ടു സക്സസ് എന്നാണ്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം.